അങ്ങനെ അഡ്വാൻസ് പ്രീസെയിൽ ബുക്കിംഗ് മാത്രം 100 കോടി കടന്നിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൻ്റെ ഒരു ഏടാണ് ശരിക്കും പുഷ്പ 2 എന്ന് പറയുന്നത്. ഏകദേശം നാളെ 12,000 സ്ക്രീനിലാണ് പടം റിലീസ് ചെയ്യുന്നത്. ആലോചിച്ച് വേണം, ഒരു ചെറിയ പയ്യൻ വന്നിട്ട് ബോളിവുഡ് അടക്കം ഇന്ത്യൻ സിനിമ ഭരിക്കണ കാഴ്ചയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൂക്കിയടി എന്ന് പറഞ്ഞാൽ ഇതാണ്. 9,000 സ്ക്രീനിലാണ് ഇന്ത്യയിൽ റിലീസ്, ഇന്ത്യൻ്റെ പുറത്ത് 3,000 സ്ക്രീൻ അടക്കം. ഏകദേശം മുംബൈ, ഡൽഹിയിലൊക്കെ ടിക്കറ്റ് വരുന്നത് 2,000, 3,000 ആണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അത്രയും ഹൈ പവർ ഉണ്ട്, അത്രയും കാണികളുണ്ട്. ഫസ്റ്റ് ഡേ 1 crore ആളുകൾ, 1 കോടിയിലധികം ജനങ്ങൾ ഈ പടം കാണുന്നുള്ളതാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. ആ ലെവലിലാണ് എന്നുണ്ടെങ്കിൽ 250 കോടി 300 കോടിൻ്റെ ഇടയിലായിരിക്കും ഒരു പക്ഷേ ഫസ്റ്റ് ഡേ കളക്ഷൻ. എന്തായാലും 200 കോടി ഷുവർ ഷോട്ടാണ്. 200 to 300 കോടിയുടെ ഇടയിലായിരിക്കും നാളത്തെ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത്. പുഷ്പ 3ക്കുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോൾ നല്ലൊരു ക്യാമിയോ റോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏതായാലും ഇതൊരു ചരിത്രമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുഷ്പ 1 മിക്സഡ് റിവ്യൂ വന്ന ഒരു പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ഇത്രത്തോളം ഹൈപ്പിൽ നിൽക്കുക, അതും പക്ക മാസ് മസാല കൊമേഴ്ഷ്യൽ പടം. 3.5 മണിക്കൂർ, 3.3 മണിക്കൂറും 20 മിനിറ്റുമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഇതിലിഞ്ഞ് ലാഗില്ല, കട്ട്സ് ഒന്നും ഒഴിവാക്കാൻ എന്നുള്ളതാണ് ഡയറക്ടർ സകല ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞത്. അത്രയും പെർഫെക്ഷനോട് കൂടി സാം CS ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. ക്ലൈമാക്സ് പോർഷനും ചെറിയ പോർഷനൊക്കെ DSP ചെയ്തിട്ടുണ്ട്. സാം CS ആയതുകൊണ്ട് ഷുവർ ഷോട്ടാണ്. BGMൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല, അടിപൊളിയായിരിക്കും. റിസൾട്ട് പോക്കറ്റിൻ്റെ സൗണ്ട്, മിക്സിങ്, ക്യൂബിൻ്റെ ക്യാമറ വർക്ക്, പിന്നെ നമ്മുടെ നവീൻ നൂലിയുടെ എഡിറ്റിങ്, എല്ലാ മേഖലകളിലും നല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും നല്ല കിടിലം വർക്കാണ് മാക്സിമം കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ അല്ലു അർജുൻ്റെ കഴിഞ്ഞൊരു 5 വർഷത്തെ ഒരു അധ്വാനത്തിൻ്റെ റിസൾട്ടാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നാളെ ഇന്ത്യ ഒട്ടാകെ പ്രതിഫലിക്കുക, അല്ലെങ്കിൽ ലോകം ഒട്ടാകെ പ്രതിഫലിക്കുക. ഒരു പക്ഷേ 1000-നും 2,000 കോടിക്കും ഇടയിലായിരിക്കും ഇതിൻ്റെ ഒരു കളക്ഷൻ. എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1,500 അല്ലെങ്കിൽ 1,000 to 2,000 കോടിൻ്റെ ഉള്ളിലായിരിക്കും ഇതിൻ്റെ ഒരു കളക്ഷൻ. ഒരു ആവറേജ് റിപ്പോർട്ട് പോലും കിട്ടിയ ഒരു പക്ഷേ ആവറേജിനെ മേലെ പോയാൽ ഇത് എവിടെ എത്തി നിൽക്കുന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം അത്ര ഇമ്പാക്റ്റ് നിലവിലെ ഏറ്റവും ഇന്ത്യൻ സിനിമ ഏറ്റവും മോസ്റ്റ് വെയിറ്റഡ് മൂവിയാണ് കഴിഞ്ഞ 3 കൊല്ലത്തെ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും പുഷ്പ 2-ന്, പുഷ്പ 3 ഉണ്ടാവട്ടെ. ഏറ്റവും ടോപ്പ് വിജയം നാളെ കാഴ്ചവെക്കട്ടെ. എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുള്ളായിട്ട്. കേരളത്തിൽ നിന്ന് മാത്രം 3 കോടിയാണ് പ്രീസെയിൽ നടന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചോണം, ഒരു തെലുങ്കിൽ ഒരു പയ്യൻ്റെ പടം, ഒരു ചെറിയ പയ്യൻ എന്ന് പറഞ്ഞ് വന്നൊരു പയ്യൻ്റെ പടം ഡബ്ബടിച്ച് ഇവിടെ കാണിപ്പിക്കുന്നതിൽ 3 കോടിയാണ് പ്രീസെയിൽ. 3 കോടി എന്ന് പറഞ്ഞാൽ 3 കോടിന് മേലെ പ്രീസെയിൽ വന്ന 3-4 പടങ്ങൾ നിലവിൽ കേരളത്തിലുള്ളൂ. മലൈക്കോട്ടെ വാലിബൻ, ആടുജീവിതം, ഇങ്ങനത്തെ കുറച്ച് പടങ്ങൾ. ഇപ്പോൾ തമിഴ്, തെലുങ്ക് പടം നോക്കി, തെലുങ്കിൽ നിന്ന് ഒരു പടം ഇതുപോലെ വന്നിട്ടില്ല. 500 സ്ക്രീനാണ് നാളെ കേരളത്തിൽ ചാർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 100 to 110 ഫാൻ ഷോകൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. 4 മണി മുതൽ നാളെ ഫാൻ ഷോ സ്റ്റാർട്ട് ചെയ്യും. കാലിക്കറ്റ് അപ്സര അടക്കം ഫുൾ ഫില്ലഡാണ്. എല്ലാ ഷോസും നാളെ ഫുള്ളാണ്. നമ്മൾ നാളെ സിനിമ കാണുന്നത് കാലിക്കറ്റ് അപ്സരയെന്നാണ്. രാവിലെ ഒരു 8 മണിക്കത്തെ ഷോ ആണ്. കാരണം ഫാൻ ഷോ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്രൗഡ് സ്ക്രീനിൽ നിന്ന് ആവേശത്തോടു കൂടി ഈ സിനിമ കാണണം എന്നുള്ള, കാരണം സൗണ്ട് എക്സ്പീരിയൻസിനൊക്കെ അത്രത്തോളം പ്രാധാന്യമുണ്ട് റിസൾട്ട് ബുക്കൊക്കെ പറഞ്ഞു വെച്ചിട്ട്. അപ്പോൾ എന്തായാലും നാളത്തെ ദിവസം ഒരു അല്ലു അർജുൻ ആരാധകർക്കും സിനിമാ പ്രേക്ഷകർക്കും ഒരു പൊളി ഡേ, ഒരു പൊളി വൈബ് തന്നെ ആവട്ടെ. എല്ലാവിധ ആശംസകളും.